السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അന്നിസാഉ വത്തീബു വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്. മൂന്ന് കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് അന്നിസാഉ, അവിടുത്തെ ഭാര്യമാർ. രണ്ടാമത് പറഞ്ഞത് വത്തീബു, സുഗന്ധം എന്നുള്ളത്. മൂന്നാമത് പറഞ്ഞത് വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്, എൻ്റെ കണ്ണിൻ്റെ കുളിർമ നമസ്കാരത്തിലാക്കി എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഹദീസിൽ ആദ്യം പരാമർശിച്ചത് അന്നിസ, സ്ത്രീകൾ എന്നാണ്. പലപ്പോഴും ഈ ഹദീസിനെ വളരെ മോശമായ രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എനിക്ക് പ്രിയങ്കരമാണ് എന്ന് പറഞ്ഞത് സ്വന്തം ഭാര്യമാരെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ പരാമർശിച്ചിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞത് വത്തീബു, സുഗന്ധം എന്നുള്ളതാണ്. നമുക്കറിയാം, മലായിക്കത്തുകളായ ആളുകൾക്ക് പോലും ഏറ്റവും പ്രിയപ്പെട്ടവയിൽപ്പെട്ടതാണ് ത്വീബ്, സുഗന്ധം എന്നുള്ളത്. നമ്മൾ സുഗന്ധം പൂശുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യം, മറ്റുള്ള ആളുകളെയും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ സുഗന്ധം പൂശേണ്ടത്. നമുക്ക് വേണ്ടി മാത്രമല്ല. കാരണം നമ്മുടെ സ്മെല്ലും നമ്മുടെ സുഗന്ധമൊക്കെ ആസ്വദിക്കുന്നത് ആരായിരിക്കും? സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെ നടക്കുന്നവരും കൂടെ നിൽക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ ത്വീബ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ മറ്റുള്ള ആളുകളെയും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളൊരു അത്തർ അല്ലെങ്കിൽ നമ്മളൊരു സ്പ്രേ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായി അവിടുന്ന് പറഞ്ഞത് വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്, നിസ്കാരത്തിലാണ് എൻ്റെ കൺകുളിർമ എന്ന്. കൺകുളിർമ ആക്കിയതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തിരിയുന്നത് നിസ്കാരത്തിലേക്കായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അഭിമുഖ സംഭാഷണത്തിലേക്കായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ അവിടുന്ന് തിരിയാറുണ്ടായിരുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും മാനസിക പ്രയാസം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം നമുക്കുണ്ടായാൽ നമ്മൾ ആദ്യം ഒഴിവാക്കുക നമ്മുടെ നിസ്കാരക്കാരൻ. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഒരു മാനസിക പ്രയാസം വന്നു, ചിലപ്പോൾ ഫർള് എന്നും സുന്നത്ത് നിസ്കരിക്കുന്ന ആളായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മൾ ആദ്യം ഒഴിവാക്കുക, നമ്മളെ സുന്നത്ത് ഒഴിവാക്കും. അത് പതിയെ നമ്മൾ ഫർള് ഒഴിവാക്കുന്നതിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബിലാൽ റളിയല്ലാഹുവിനോട് പറയും, അരഹ്നായ ബിലാൽ, നമുക്ക് ഒരാശ്വാസം കൊണ്ട ബിലാലെ എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്ന വാചകം പോലും ആ രൂപത്തിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ഹദീസിൽ പരാമർശിക്കപ്പെട്ടത്. ഒന്ന് അന്നിസാഉ, സ്വന്തം ഭാര്യമാർ, വത്തീബു, അതുപോലെ തന്നെ സുഗന്ധം. മൂന്ന് വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാം, നിസ്കാരത്തിൽ എൻ്റെ കണ്ണിൻ്റെ കുളിർമ ആക്കി എന്നുള്ളതും. ഈ മൂന്ന് കാര്യങ്ങളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.